സംവിധായകനും നടനുമായ ലാലിനെതിരെ വിമൻ കളക്ടീവ് ഇൻ സിനിമ പ്രതിഷേധിച്ചതിന് പ്രതിഫലം നൽകാത്തത് ഫ്യൂഡൽ മനോഭാവമാണെന്നും അത് വീണ്ടും ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് അതിലും വലിയ തെറ്റാണ് എന്നുമാണ് വിമൻ കളക്ടീവ് ഇൻ സിനിമ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, എന്താണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റാണോ, എങ്ങനെയാണ് ഇവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്? സൗമ്യ, പ്രധാനമായും സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും സിനിമയിൽ അടുത്തിടെ നടിമാർ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിമൻ ഇൻ സിനിമ കളക്ടീവ് അവരുടെ ഭാഗത്തു നിന്നും ഒരു FB പോസ്റ്റിലൂടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ എടുത്തു പറയുന്നത് വേതനം ചോദിക്കുന്നതിന് തങ്ങൾക്ക് മലയാള സിനിമാ മേഖലയിൽ അഭിനേതാക്കളോടുള്ള ഒരു വലിയൊരു പങ്ക് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഒരു കരാർ വ്യവസ്ഥ പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു നടി പ്രതിഫലം ചോദിച്ചപ്പോൾ ആ നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറയാനുള്ള ഒരു ധാർഷ്ട്യം കാണിക്കുന്നതും ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവം അല്ലാതെ മറ്റൊന്നുമല്ല കാണിക്കുന്നത് എന്നുള്ളതാണ് ലാലിനെതിരെ തുറന്ന് തന്നെ ഇത്തരത്തിൽ വിമൻ ഇൻ സിനിമാ കളക്ടീവ് വ്യക്തമാക്കുന്നത്, പ്രതികരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു വശമാണ് സ്വകാര്യ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനെതിരെ മറ്റൊരു നടി ഫയൽ ചെയ്ത പരാതിയെന്നും ഇവർ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അവരുടെ സഹപ്രവർത്തകരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണെന്നും ഇവർ ഈ FB പോസ്റ്റിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ 2 പരാതികളിലും ഈ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും അതോടൊപ്പം തന്നെ ലിംഗനീതി ഇല്ലായ്മയുടെയും അഭാവം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഇവർ പറയുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാത്രമേ ഒരു തൊഴിൽ സമൂഹം എന്ന നിലയിൽ സിനിമാ മേഖലയ്ക്ക് ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ വിമർശിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ നീതി തേടിയുള്ള തങ്ങളുടെ സഹപ്രവർത്തകരുടെ യാത്രയ്ക്കൊപ്പം വിമൻ ഇൻ സിനിമാ കളക്ടീവ് ഉണ്ടെന്നും ഇവർ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ നമുക്കറിയാം ഷീജ, ഇവിടെ സംവിധായകൻ ലാൽ തന്റെ മകനെ ഈ വിധത്തിലൊരു പരാതിയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനം ആ പരാതി നൽകിയ യുവനടിയെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ ഒരു നിലപാടിനെ തന്നെയാണ് ഇവിടെ വീണ്ടും അതിനെതിരെയാണ് പ്രതിഷേധം അറിയിക്കുന്നത് ഈ വനിതാ കൂട്ടായ്മ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന, നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ തന്നെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ ആവർത്തിച്ച് ആ വിഷയങ്ങളിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ കേന്ദ്രീകരിക്കണം എന്നൊരു സൂചന കൂടി ഇവരുടെ ഈ ഒരു പ്രതിഷേധ FB പോസ്റ്റിലുണ്ടോ? തീർച്ചയായും. പ്രത്യേകിച്ചും അവർ ഈ FB പോസ്റ്റിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരം, ഇതിൽ സ്ത്രീകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത്, ഇവർക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ആഴം എത്രത്തോളമാണ് എന്നിവയെല്ലാം വെളിപ്പെടുത്തുന്നതാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വന്നിട്ടുള്ള 2 പരാതികൾ എന്നുള്ളതാണ് ഇവർ ഊന്നുന്നത്. ഈ 2 പരാതികളിൽ ഊന്നിക്കൊണ്ടുള്ളതാണ് ഇവരുടെ ഇന്ന് വന്നിട്ടുള്ള ഈ FB പോസ്റ്റിലൂടെ വന്നിട്ടുള്ള ഒരു പ്രതികരണം എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സിനിമയിൽ ശരീരം അനാവൃതമാക്കേണ്ട സന്ദർഭത്തിൽ ഗ്രൂപ്പിനെ ഉപയോഗിക്കുന്നവർ അവർ എന്താണോ ചെയ്യുന്നത് അത് അഭിനേതാവിന്റെ അറിവോടെയും സമ്മതത്തോടെയും ആകണമെന്നുള്ള അത്തരത്തിലൊരു കരാറിൽ വ്യക്തമാക്കണമെന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അത്തരത്തിലുള്ള തൊഴിൽ നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന പരാതി. ഏതായാലും നടിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു സംഘടന രൂപീകൃതമാകുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നടിമാരുടെ ഓരോ പ്രശ്നത്തിലും ഇത്തരത്തിൽ ഓരോ വ്യക്തമായ നിലപാടുകൾ ഈ വിമൻ ഇൻ സിനിമാ കളക്ടീവിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഇതുകൂടി, അതായത് നമുക്കറിയാം ആദ്യം ഈ വിഷയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അതിനുശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നു. എന്നാൽ ഒരു പരിധി വരെ അവർക്ക് ആദ്യഘട്ടങ്ങളിൽ വലിയ രീതിയിൽ പ്രതികരിക്കാനാകാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പം അമ്മയുടെ അന്നത്തെ മീറ്റിംഗിന്റെ വിഷയങ്ങളിലായാൽ പോലും അത്തരത്തിൽ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ദിലീപിന്റെ അറസ്റ്റിന് ശേഷം വനിതാ കൂട്ടായ്മ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? ഷീജ, പ്രത്യേകിച്ച് ഇന്നലെ നടന്ന വിഷയമാണ്, അതിൽ സജീവമായി ഇടപെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ചൂഷണങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വേദിയായി, ഒരു പ്ലാറ്റ്ഫോമായി കൂടി WCC മാറുന്നതിന്റെ ഒരു സൂചനയൊക്കെയാണോ ഇത്?
തീർച്ചയായും WCCയുടെ പ്രവർത്തനം ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം സിനിമാ മേഖലയിൽ വലിയ ചൂഷണം തന്നെയാണ് സ്ത്രീകൾ നേരിട്ട് വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഈ സിനിമാ മേഖലയിൽ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തുന്നവർക്കെതിരെ അവർക്ക് തുടർന്നുള്ള സിനിമകളിൽ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും അവർ അമ്മയുടെ യോഗങ്ങളിൽ പോലും അത്തരത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. എന്നാൽ അതിന് എല്ലാം ഒരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൗമ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം ഈ WCC വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്നൊരു സംഘടന ഇതിൽ രൂപീകൃതമാകുന്നു. ഇത് WCC രൂപീകരിച്ചതിനു ശേഷവും ഇത് അത്രത്തോളം സജീവമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇത്തരം അമ്മയിൽ ഉൾപ്പെടെ അവർക്ക് ഇത്തരത്തിലുള്ള വലിയ സ്വരം ഉയർത്താനുള്ള ഒരു പേടി അന്നും നിലനിന്നിരുന്നു. എന്നാൽ ദിലീപിന്റെ അറസ്റ്റിനു ശേഷം വ്യക്തമായും ഇത്തരത്തിലൊരു നിയമപരിരക്ഷ ലഭിക്കും എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴേതായാലും തുടർന്നുണ്ടായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും അവർ വ്യക്തമായ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിൽ നിന്നുള്ള പുതിയ 2 സംഭവങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ WCC രംഗത്തിരിക്കുന്നത്. ഒന്ന്, ലാലിന്റെ നിലപാട്, ജീൻ പോൾ ആളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലാലിന്റെ നിലപാട് ഫ്യൂഡൽ സ്വഭാവം പുറത്തു കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ യുവനടിയുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമാണ് ഇപ്പോൾ WCC വളരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്.